ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കറ്റാർവാഴ ജെല്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കടയിൽ നമുക്ക് കറ്റാർവാഴ ജെൽ, അലോവേര ജെല്ലെന്ന് പറഞ്ഞ് കിട്ടാറുണ്ടല്ലേ. സോ എനിക്ക് പറയാനുള്ളത്, അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇതിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കറ്റാർവാഴ ചെടിയിൽ നിന്ന് ഇത് മാത്രം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്തെ ഇത് പോകാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് അത് ഒരു അരമണിക്കൂറത്തേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറ കളയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറ കുറച്ച് പേർക്ക് അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കറ കളഞ്ഞിട്ട് വേണം കറ്റാർവാഴ യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറ്റാർവാഴ ഇതേപോലെ കട്ട് ചെയ്ത് പീസാക്കണം. അപ്പോൾ ഞാൻ കറ്റാർവാഴ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കഷ്ണം എടുത്ത് അതിനെ രണ്ടാക്കണം. അതിൻ്റെ അറ്റത്തെ മുള്ളും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തുള്ള ജെല്ല് ഇതുപോലെ സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ അരച്ചെടുത്തേക്കുന്നതിലേക്ക് ഞാൻ ഈ വൈറ്റമിൻ ഇ ഗുളിക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗുളിക അങ്ങനെ തന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 4 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പുരട്ടി നോക്കണം നമുക്ക് അലർജി ഉണ്ടോ എന്ന്. അതിന് ശേഷം വേണം പുരട്ടാൻ വേണ്ടി. നന്നായിട്ട്
നന്നായിട്ടൊന്ന് ഫേസ് കഴിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിത് ഫേസ് കണ്ടാൽ അറിയാം എൻ്റെ ഫേസ് എങ്ങനെ ഇരുന്നേച്ചാൽ ഞാൻ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്നാണ് ഇതിങ്ങനെ മാറിയത്. അപ്പോൾ അലോവേര ജെല്ല് പരത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ സ്കിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 7 days എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും.